ഹലോ, വെൽക്കം ടു മൈ ചാനൽ ട്രാവൽ ആൻഡ് ടെക്സ്റ്റൈൽസ് ബൈ മൃദു. ഞാൻ പാലക്കാടാണുള്ളത് കേട്ടോ. ഇന്ന് എൻ്റെ ഒരു ലഞ്ച് മാത്രം ഞാൻ കാണിച്ചു തരാം. നല്ല മഴയാണ് പുറത്ത്, അതുകൊണ്ട് നല്ല മടിയാണ് ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. എന്നാലും ഇളവൻ, അതായത് വെള്ളപ്പൂസണിക്ക, പംകിൻ, വൈറ്റ് പംകിൻ ഞാൻ മുറിച്ച് പച്ചമുളകും ഇഞ്ചിയും കൂടെ ഇട്ട് വേവിക്കാൻ വെച്ചു. അതിനുള്ള അരപ്പിനായിട്ട് കുറച്ച് തൈരൊഴിച്ച തേങ്ങയും ജീരകവും മഞ്ഞപ്പൊടിയും കൂടെ ചേർത്ത് അരച്ച് റെഡിയാക്കി വെച്ചു. പപ്പായയും ഞാൻ കട്ട് ചെയ്ത് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. അതിനുള്ള അരപ്പാണത്. ഉള്ളിയും വറ്റൽമുളകും കൂടെ ഒന്ന് കരകരാന്നരച്ച് ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി അരപ്പ് ചേർക്കാൻ പോവുകയാണ്. വെള്ളപ്പൂസണിക്ക മോരുകറി, അല്ലെങ്കിൽ വൈറ്റ് പംകിൻ മോരുകറി. ഇളവെന്നല്ലേ പറയുക, ഇവിടെയൊക്കെ ഇളവെന്നാണ് പറയുക, നിങ്ങളെന്താ പറയുകയെന്നറിയില്ല. മഴ കുറച്ചൊന്ന് കുറഞ്ഞതിന് ശേഷം ഞാൻ പുറത്തേക്ക് ഇറങ്ങി കറിവേപ്പില ഒന്നും പറിക്കാൻ വിചാരിച്ചു. ഫ്രഷായിട്ട് പറിച്ചിട്ടിടാമല്ലോ. ഇവിടെയല്ലേ അങ്ങനെയൊക്കെ തോട്ടത്തിലൊക്കെ പോയി കറിവേപ്പിലയൊക്കെ പറിച്ചിടാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ മഴയൊക്കെ തോന്നുന്ന സമയം കൊണ്ട് കറിവേപ്പില കൊണ്ടുവന്നു കഴുകി വൃത്തിയാക്കി റെഡിയാക്കി വെച്ചു. അരപ്പൊഴിച്ച് ഒന്ന് തിള വരുമ്പോഴത്തേക്കും അതിലേക്ക് സീസണിങ് ചെയ്ത് കൊടുത്തു. കടുകും വറ്റൽമുളകും കൂടെ ഇട്ട് അതിൻ്റെ കൂടെ കുറച്ച് വെന്തയവും കൂടെ ഇട്ട് നമ്മൾ അരപ്പിലേക്ക് ഒഴിച്ചു കൊടുത്തു. ആ നേരം കൊണ്ട് ഇവിടെ എൻ്റെ പപ്പായ റെഡി ആയിട്ടുണ്ട്. കുറച്ചൊന്ന് പഴുപ്പ് സ്റ്റാർട്ട് ചെയ്ത ഒരു സ്റ്റേജ്, അതുകൊണ്ടാട്ടോ ഒരു കളറിൽ ഇങ്ങനെ ഓറഞ്ചിഷ് കളറിലിരിക്കുന്നത്. അപ്പോൾ നമ്മൾ താളിപ്പെല്ലാം അതിലേക്ക് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഞാൻ ഈ പംകിൻ കറിയിലും ഒരു കറിയിലും കുറച്ച് വെന്തയം ചേർത്താറുണ്ട്. നിങ്ങൾ ചേർത്താറുണ്ടോ? ഇവിടെ ഞങ്ങൾ ചേർത്താറുണ്ട്. അപ്പോൾ അതുകൊണ്ട് എനിക്കറിയില്ല എല്ലാവരും അങ്ങനെയാണോ എന്നുള്ളത്, അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ചോദിക്കുന്നത്. അപ്പോൾ അതിൻ്റെ താളിപ്പ് കഴിഞ്ഞു. ഇനി അടുത്തത് ഞാൻ പപ്പായയിലേക്ക് എങ്ങനെ ചെയ്യണമെന്ന് വെച്ചാൽ കടുക് വറുത്തിട്ട് അതിലേക്ക് ഈ അരപ്പൊന്ന് ഇട്ടിട്ട് സ്വല്പം വാട്ടി കൊടുക്കും. ആ ഉള്ളിയുടെ പച്ച മണമൊക്കെ ഒന്ന് മാറിക്കിട്ടാൻ വേണ്ടിയിട്ട്. അത് വാട്ടിയതിന് ശേഷം അതിലേക്ക് വേവിച്ച് വെച്ച പപ്പായ വെള്ളം ഊറ്റി കളഞ്ഞതിന് ശേഷം ഇതിലേക്ക് കൂടെ ചേർത്ത് കുറച്ച് നേരം ഒന്ന് വാട്ടിയെടുത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ഐറ്റമാണ് ഈ പപ്പായ ഇങ്ങനെ പൊരിയലുണ്ടാക്കുന്നത്, തേങ്ങയൊന്നും ചേർത്താണ്ട്. പിന്നെ മത്തി ഫ്രൈ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് എൻ്റെ ഇന്നത്തെ ലഞ്ച്. പിന്നെ വേറെ ഒന്നും ആവശ്യമില്ലല്ലോ, മോരുകറി മത്തി ഫ്രൈയും തന്നെ നല്ലൊരു കോമ്പിനേഷനാണ്. പപ്പായ പിന്നെ സൈഡിൽ വെച്ചു എന്നേ ഉള്ളൂ, എന്തെങ്കിലും വെജിറ്റബിളായിട്ട് വേണ്ടേ. പിന്നെ പോരാത്തതിന് പപ്പായ എൻ്റെ ഫേവറേറ്റും കൂടെയാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ, സിമ്പിൾ ലഞ്ച്. താങ്ക് യു ഫോർ വാച്ചിങ് മൈ ചാനൽ.